ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകണം. മാങ്ങ വെച്ചിട്ട് 2 മാങ്ങയുടെ ഒന്ന് പഴുത്താണോ ചെറിയ ഡൗട്ടുണ്ട്. ഇപ്പം പൊട്ടിച്ചിട്ട് വന്നേയുള്ളൂ. 2 മാങ്ങയാണ് ഇത് പഴുത്താണോ നല്ല ഡൗട്ടുണ്ട്. നമുക്ക് ഇത് കീറി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഫൈനൽ ഉണ്ടാക്കത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് മാങ്ങ പൊട്ടി തെറിച്ചത്. മാങ്ങ പൊട്ടി തെറിച്ചതല്ല, മാങ്ങ പൊട്ടി തെറിച്ചത്. നമുക്ക് ഇതിൻ്റെ ഒരു അരക്കിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തല്ലേ ഗൈസ്. അപ്പോൾ ഈ സാധനം പഴുത്തയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അരിഞ്ഞ് നോക്കട്ടെ ഗൈസ്. ഈ മാങ്ങ പഴുത്തയാണ് ഗൈസ്. നമുക്കിത് സൈഡ് മാറ്റി വെക്കാം. പഴുത്തയാണ്. നമുക്ക് പച്ചമാങ്ങ മതി. പച്ചമാങ്ങ മാങ്ങ പൊട്ടി ചിലപ്പോഴേ നല്ല കറയുണ്ട്. അപ്പോൾ ഞാൻ കറയില്ല, ഇങ്ങനെ മാറി വരുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മാങ്ങ പിടിക്കുന്നത് ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം നല്ല ഫ്ലോയിൽ തുറന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മാങ്ങ കഴുകാൻ എനിക്ക് കാണാൻ പറ്റും. അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കൂടുതലാണെങ്കിൽ നമ്മൾ കഴുകണം. എന്നാലും ഇതിൻ്റെ അരക്കെല്ലാം പോയി കിട്ടുന്നുള്ളൂ. അരക്കൊക്കെ പോയി. മാങ്ങക്കുട്ടനെ കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ മാങ്ങക്കുട്ടനെ നമുക്ക് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടല്ലേ, കാണിച്ചു തരാമല്ലോ. പിന്നെന്താ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇനി മാങ്ങക്കുട്ടൻ്റെ കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ഇതും പഴുത്തയാ. പഴുത്ത മാങ്ങ അല്ല, പഴുത്തെങ്കിൽ പഴുത്ത മാങ്ങ ഇല്ലെങ്കിൽ പഴുത്തു പോകാൻ എന്ത് ചെയ്യാനാണ്? മണ്ട മാത്രം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി മതി. ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇതൊരു പ്രത്യേക രീതിയാണ്. മറ്റേ ചക്കിലിട്ട് ചിക്കനിക്കകത്തിട്ട് അടിക്കുന്ന ആ ഒരു രീതിയില്ലേ, ആ ഒരു രീതിയാണിത്. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റുമോ? എൻ്റെ തല കാണുന്നില്ല ഗൈസ്. നമ്മൾ പഴുത്തുപോയി. രണ്ടാണ്ട് ആദ്യം ഒന്ന് അരിഞ്ഞമ്മേ. ഇതുണ്ടോ അപ്പത്തെ ഇവിടെ സൈഡിലെ ഷെഡില്ലേ ഒരു കുഞ്ഞാണ്ടി നോക്കുന്നില്ല. എന്നെ നിറച്ചു വാങ്ങിയിരിക്കുന്നു. എന്താ അമ്മേക്കൊണ്ടിരിക്കുക ഓക്കെ. ഇപ്പം എൻ്റെ മദർ വന്നു ഗൈസ്. അപ്പോൾ ദേ അമ്മ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളൂ. എനിക്ക് തോന്നി കൈ ഭയങ്കര മുറിച്ച് കേട്ടോ. എന്റെ കൈ ചെത്തിപ്പോയി. ചോര അപ്പൊ കുപ്പിച്ചിലും ഉണ്ടോന്നല്ല, കുപ്പിച്ചിലുണ്ട് ഇപ്പത്തെ കയ്യിൽ. അപ്പൊ അമ്മ വന്നിട്ട് ആ പഴുത്ത മാങ്ങയും കൊണ്ട് അങ്ങ് പോയിട്ട് അമ്മയ്ക്ക് എന്തിനു കിട്ടിയേ. അപ്പം അത് കണ്ടെങ്കിൽ പോകും. അപ്പം ഞാൻ ഈ പച്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ കൊണ്ട് പറപ്പിച്ചാണ്. പക്ഷെ പറപ്പിച്ചൊന്നും ഇതും പഴുത്തിരിക്കുന്നു. ഈ മാങ്ങേൻ്റെ ബാക്കി ഭാഗം എന്തെങ്കിലും തെളിയിരിക്കണം. ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കണേ. അപ്പോൾ ഉപ്പം പറയണത് മാങ്ങ ഗർഭിണിയാണ്, അങ്ങനെ കണ്ടാണ് പറയുന്നത്. എനിക്ക് അറിയത്തില്ല കാര്യം. പഴുത്ത മാങ്ങ ഇതുപോലെ ചെത്തിയെടുക്കാം. സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനിങ്ങനെ പതുക്കെ നമുക്കൊരു കൈ വെച്ചിട്ട് ഇത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയല്ല, ഞാൻ മാത്രമേ ചെയ്യുള്ളൂ ഈ പരിപാടി. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഈ പരിപാടി ചെയ്യുള്ളൂ. ഇതുപോലെ മാങ്ങ ചെത്തിട്ട് അവസാനം വരുന്ന പറഞ്ഞ ഇതുപോലെ കട്ട് ചെയ്ത് കളയും. നിങ്ങൾ കളയൂ. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ചെയ്തുള്ളൂ. ഇതുപോലെ ഇങ്ങനെ മുളക് പൊടിക്കൊക്കെ പറഞ്ഞിട്ടൊരു ഗ്യാപ്പ് കൊടുക്കില്ലേ. പറഞ്ഞതൊക്കെ ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു. മാങ്ങ പൊട്ടിച്ച് ഞാൻ പറഞ്ഞിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ഈ സംഭവം നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഹോള് വരും. അപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര എളുപ്പമാണ് പണികളൊക്കെ.
അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടുള്ളത്. അടുത്ത് ഞാൻ ഇവിടെ മുറിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് മാങ്ങ ഉണ്ട് ആണ് മുറിക്കുന്നത്. 2 മാങ്ങയുടെ വലിയ വേണ്ടിയാണ് അടുത്ത് മുറിക്കുന്നത്. അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ രാവിലെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പോലും കൈമാറ്റ് വീഡിയോ എടുക്കും ഞാൻ. അമ്മ എന്ന് ഹായ് പറഞ്ഞേ. അമ്മ ഒരു ഹായ് പറ. മാങ്ങയും കൊണ്ടൊരു ഹായ് പറഞ്ഞേ. ഇല്ല ഹായ് പറ. ഹായ് ഹായ്. ആ കത്തേക്ക് വരുമോ? അമ്മ ഇവിടെ കിട്ടിയ മാങ്ങ വായിക്കാത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം പട്ടിക്ക് പോലും ഒരു തുള്ളി മാങ്ങ അമ്മ കൊടുക്കത്തില്ല. കണ്ടില്ലേ പട്ടി മാങ്ങ ഞാൻ വന്നപ്പോൾ പോട്ടി പട്ടി ഓടിക്കുകയാണ്. അങ്ങനെയായി പോയില്ലേ. മിണ്ടാതിരിയാടെ നമ്മൾ ഒരുവിധം ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മതി. ഇത് പാടം കുറേ സാധനം ഇങ്ങനെ പൊളിച്ചെടുക്കും. തിരിച്ച് ചിലപ്പോൾ വീണ്ടും സിമ്പിളായിട്ട് കുറ്റിയിരുന്നു. അടുത്തിരിച്ചിരി ആനക്കട്ടിങ്ങാണ്. ആനക്കട്ടിങ്ങിൻ്റെ പേര് മാത്രം സിമ്പിളായിട്ട് ഇറങ്ങി വന്ന്. വാട്ട ടേസ്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ കൊള്ളത്തില്ലെങ്കിൽ അമ്മേനെ ചമ്മന്തി വെക്കുന്ന കാര്യം ഉറപ്പ്. അല്ലെ ഈ മാങ്ങ ഇട്ടമ്മ ചമ്മന്തി പ്രാക്ടീസ് ചെയ്യും. ഇത് കൊള്ളത്തില്ല തോന്നി. ചൊനയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് കൊള്ളത്തില്ല ഗൈസ്. അമ്മ പറഞ്ഞ മാങ്ങ കൊള്ളത്തില്ല. പാളിപ്പോയി പാളിപ്പോയി. ഞാൻ കഷ്ടപ്പെട്ടത് അരിഞ്ഞെടുക്കുകയാണ് ഗൈസ്. എന്തൊരു പാടം. പണി കിട്ടി വീണ്ടും പണി കിട്ടി. ഇതൊക്കെ മതി. നമുക്കിതിനെ അടിച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെയും തുണിയാണ് ഗൈസ്. മാങ്ങ നമുക്ക് വെച്ചിട്ട് നമുക്ക് തുണി വെച്ചിട്ട് അമ്മച്ചി എനിക്കൊരു തുണി തരും. അമ്മച്ചി കവർ മതി. അമ്മച്ചി തുണി കിട്ടിയില്ല, പകരം നമുക്കൊരു വെള്ള കറവ് കിട്ടി. കറവ് കിട്ടി. നമുക്ക് ഇതങ്ങോട്ട് പുതിയ ട്രെൻഡിങ് ആകാൻ പോകുന്ന ഐറ്റം കേട്ടോ. നമ്മളെന്നുണ്ടാക്കുമ്പോൾ മാങ്ങ പോട്ടി തെറിച്ചത്. ഇതുപോലെ മാങ്ങ അരിഞ്ഞെടുക്കുക. മാങ്ങ നമ്മൾ കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങോട്ട് ചുറ്റെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കണം ഗൈസ്. അതിന് മുളക് പൊടി പൊട്ടി കഴിയുമ്പോൾ കവർ കയറി കഴിഞ്ഞാൽ അച്ചാമ്മ വരുമ്പോൾ എന്നെ ചമ്മന്തിയാക്കും. ഞാനപ്പോൾ എടുത്താൽ മാങ്ങ നീക്കും. അപ്പം അച്ചാമ്മ മാങ്ങ എടുത്തായിരിക്കും. വെറുതെ എന്തിനാ എന്നെ ചമ്മന്തിയാക്കുന്നത് ഞാനൊന്ന് ചോദിക്കും. ഇനി നമ്മൾ എടുത്തിട്ടിടാൻ പോകുന്നത് നല്ല ഫ്രഷ് വീട്ടിലെ മുളക് പൊടിച്ചത്. അതായത് മുളക് പൊടി, വീട്ടിലെ മുളക് പൊടിച്ച മുളക് പൊടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിക്കു വാടി ഓടി വാ. അപ്പം ഞാൻ ഇവിടെ മാങ്ങ ഉണ്ടാക്കുന്നുണ്ട്. ഒരാളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടോ മാങ്ങ തിന്നാനെന്ന് തോന്നുന്നു. ഓടി ഇനി പോകുന്നു. നമുക്ക് ഓൾക്ക് പോലെ വഴി പോകാൻ വേണ്ടിയിട്ട് വരാം. അടുക്കളവാല് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ അവിടെ ഇറങ്ങും, പിന്നെ തിരിച്ചു കയറി വരും, വീണ്ടും ഇറങ്ങും, തിരിച്ചു കയറി വരുമായിരിക്കും അവിടെ പരിപാടി. നമ്മൾ ഫസ്റ്റ് ഈ കവറിനുള്ളിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കും ഗൈസ്. കുറച്ചൊരു 2 ടീസ്പൂൺ ഓഫ് മുളക് പൊടി. ഗുജ അടയ ചാടി എല്ലാം നെക്സ്റ്റ് ഉപ്പുപൊടി. ഉപ്പുപൊടി കൂടുതലൂടെ.
കത്തുപാട്ട് തോളിലിരുന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള്. എൻ്റെ പൂച്ച അതുപോലെ കാത്തിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. ആർക്കും മനസ്സിലായില്ല. എന്തൊരു കാര്യം. വേണം കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പം ഞാൻ ഇത്തിരി ഇടുന്നുണ്ട്. ഇപ്പോൾ ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്തുള്ളി കുരുമുളക് ഇരിക്കട്ടെ. സലാഡ് ചെയ്യും ശരിക്കുള്ള. ഇനി നമുക്ക് അടിക്കൽ പരിപാടികളിലേക്ക് കിടക്കാം. കുരുമുളക് പൊടി മൂക്കി കയറിയിട്ട് ഗ്യാസ് കയറിയും തോന്നി. എനിക്കിന് എന്തൊരു പ്രശ്നം അത്രേ. അതിനാണ് ഞാൻ കുരുമുളക് പൊടി മൂക്കി കയറി എന്നൊക്കെ പറയാം. എനിക്കത് കൊണ്ട് അടിച്ച് പൊട്ടിച്ച് കമോൺ ഗയ്സ്. അപ്പം ഇത് ഇവിടെ ഒരു ചെറുത് കിടക്കും. മായ മായ ആരാണോ മായ അപ്പം ഞാനേ മായ മായ കാണിക്കട്ടെ. വലിയ ഷുട്ടുമണി കുട്ടൂസ് കുട്ടൂസ് പൂച്ച അടിച്ച് നമുക്ക് പൊട്ടിക്കണ്ടേ. ഇങ്ങോട്ട് എടുക്കുക, കയറങ്ങോട്ട് ചുറ്റുക. ഒരു പാടം പൊട്ടിയോ മുന്തിരികളിലൊക്കെ തേങ്ങ അടിക്കത്തില്ലേ, അതിനെക്കാട്ടിലും പാടാട്ടോ ഈ സാധനം അടിച്ചെടുക്കാൻ. ഡ്രസ്സിന്റെ ചെറുതിൻ്റെ കൂടെ പൊട്ടം വാങ്ങുന്നു. മാനം കൊണ്ടേ ഞാൻ അടിക്കട്ടെ. ബെസ്റ്റ് ഇപ്പുറത്തേക്ക് ബെസ്റ്റ് എല്ലാം ബെസ്റ്റ്. ചെറുതും തോന്നുന്നില്ലേ, അടി അടിച്ചാൽ മതിയാവില്ലേ ഗൈസ്. കമാൺ ഗൈസ്, ഇനി നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം ഗൈസ്. ചെറിയ ആളെൻ്റെ പുറകിനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണില്ല. ചെറിയൊരു മണിക്കളൊക്കെ ഉണ്ട്. ലെറ്റ്സ് ടേക്ക് എ പ്ലേറ്റ് ആൻഡ് പകർത്തി ഡാൻസ്. ഇംഗ്ലീഷ് അടിക്കാൻ എനിക്കറിയത്തില്ല, ഞാൻ പറയും. ശരി, കുളത്തിലെങ്കിൽ അമ്മേനെ കട്ടയും പടം നടക്കും, ഉറപ്പായ കാര്യമാണത്. വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. എന്തുണ്ടായത് കൊള്ളാട്ടോ, പക്ഷെ കുറച്ച് കഴിഞ്ഞുള്ളൂ. Let's wait. കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് കൊതിയ and mix it. മാങ്ങയാണ് സ്മോളായിട്ട് പല അതിൻ്റെ സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ച് നോക്കാം. എനിക്ക് പേടിയായിട്ട് പോയി. ഗൈസ് നമുക്ക് അമ്മ ടേസ്റ്റ് ചെയ്യിക്കാം. മദറേ ടേസ്റ്റ് ചെയ്യൂ. മദർ ദേ വരുന്നതിൻ്റെ പുറകെ പൂച്ച ടേസ്റ്റ് ചെയ്യൂ. ഗൈസ് അമ്മ ടേസ്റ്റ് ചെയ്യുവാണ്. സൂപ്പറാണ് കേട്ടോ. ഇതിനാണോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. താങ്ക് യു വെരി മച്ച്. ഈ കൂടി പോയല്ലേ. ബാ അവ കുടിച്ചിട്ട് കൊടുക്കേ. ബാ ഗൈസ്, അങ്ങനെ നമ്മൾ മികുമിതയും വിളിച്ചിട്ട് പടിയുടെ മണ്ടേ കയറി ഇരുന്ന് തിന്നാൻ പോവാണ്. മികുമിത തിന്നൂല, കൂടെ വരും. അത്രേ ഉള്ളൂ അവളെ കൊണ്ടുള്ള ഗുണം. നമ്മൾ മുളകൊക്കെ ഇട്ടിട്ട് കത്ത് ബാബാ ഓടി വരും. ബാ കത്തുപാട്ട് വാഴ ഇറങ്ങി പോട്ടെ. മൂന്നേ ലസിട്ട് കേടാറുണ്ട്.
നല്ല ടേസ്റ്റ് കൊള്ളാം നൈസ്. ഗൈസ് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആരംഭിക്കുന്നു. ബിരിയാണി കൂടിയിട്ടൊന്നുമില്ല, കൊള്ള ഐറ്റം. ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ. പുതിയ ആയിട്ട് വരുന്നതിന് ബൈ ബൈ.